Dear students, ഇപ്പോൾ നമുക്ക് എറേഴ്സിന്റെ കാൽക്കുലേഷൻ എന്ന് തുടങ്ങാം. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് എറേഴ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. എറേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യം എന്താണ് ട്രൂ വാല്യൂ. അപ്പൊ ആദ്യം തന്നെ എങ്ങനെ ട്രൂ വാല്യൂ കണ്ടുപിടിക്കാം, കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. ട്രൂ വാല്യൂ എന്ന പേര് നിങ്ങൾ അധികം കേട്ടിട്ടില്ലെങ്കിലും മീൻ വാല്യൂ എന്ന പേര് കേട്ടിട്ടുണ്ടാവും. കാരണം ഇത് രണ്ടും ഇവിടെ ഒന്ന് തന്നെയാണ്. നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് മെഷർമെന്റ് എടുക്കാണ്. ആ മെഷർമെന്റ് എടുക്കുന്ന മെഷേർഡ് വാല്യൂസ് ഒരു n ടൈംസ്, n എന്നുള്ളത് എത്ര വേണമെങ്കിൽ ആവാം, 5 ആവാം 6 ആവാം. ആ ലെങ്ത് ഓഫ് എ പെൻ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കും. അതില് നമുക്ക് എടുത്ത മെഷർമെന്റിന്റെ വാല്യൂ, മെഷേർഡ് വാല്യൂസ് നമ്മളിവിടെ ജനറലി A1, A2 എന്നിങ്ങനെ എഴുതാൻ പോവാണ്. മെഷേർഡ് വാല്യൂസ് ആർ A1, A2, A3, മൂന്നാമത് എടുത്ത വാല്യൂ A3, അങ്ങനെ nth ടൈം എടുത്ത വാല്യൂ AN ആണെങ്കിൽ എങ്ങനെയാണ് ട്രൂ വാല്യൂ കണ്ടുപിടിക്കുക? മീൻ വാല്യൂ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് എങ്ങനെ കണ്ടുപിടിക്കാൻ മനസ്സിലായിണ്ടോ? എന്താണ് എഴുതുമ്പോ ട്രൂ വാല്യൂവിന് ഇങ്ങനെയാണ് എഴുതുക. ഒന്നുകിൽ A ട്രൂ അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, A മീൻ. കാരണം മീൻ വാല്യൂ കണ്ടുപിടിക്കുന്നത് തന്നെയാണ് ഇതിന്റെ വഴി. അപ്പൊ A മീൻ ഇസ് ഈക്വൽ ടു ഈ തന്നിരിക്കുന്ന വാല്യൂസ് ഉപയോഗിച്ചിട്ടല്ലാതെ ഇത് കണ്ടുപിടിക്കാൻ വഴിയൊന്നുമില്ല. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എത്ര എണ്ണം ഉണ്ടോ അത്രയും അവസാനത്തെ വാല്യൂ AN ഡിവൈഡഡ് ബൈ എത്രയാണ്, എത്ര പ്രാവശ്യമാണ് കണ്ടുപിടിച്ചത്, n ടൈംസ് ആണ് മെഷേർഡ് വാല്യൂ കിട്ടിയത്. അപ്പൊ നമ്മളിവിടെ ഡിവൈഡഡ് ബൈ n എന്നാണ് ട്രൂ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പൊ ഇതാണ് എപ്പോഴും എറേഴ്സ് കണ്ടുപിടിക്കുമ്പോ ആക്യുറസി കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അറിയാൻ നമ്മൾ എന്താണ് ആ മെഷേർഡ് വാല്യൂവിനെ ട്രൂ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം. ആ ട്രൂ വാല്യൂ ആണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്ന വാല്യൂ ആണ്, എററിന്റെ പേരാണ് absolute errors. Absolute errors in each measurement. ഓരോ മെഷർമെന്റിലുള്ള absolute errors. എങ്ങനെയാണ് ഓരോ മെഷർമെന്റിലുള്ള absolute errors നമ്മൾ കണ്ടുപിടിക്കുക? ഇപ്പൊ ട്രൂ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, അതുണ്ടെങ്കിൽ മാത്രമേ ഈ അബ്സല്യൂട്ട് എററിലേക്ക് പോകാൻ പറ്റുള്ളൂ. അബ്സല്യൂട്ട് എററിൽ ഫസ്റ്റ് വാല്യൂ, ഇവിടെ ഫസ്റ്റ് വാല്യൂ ഏതാണ്? A1. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പോകുന്നത് ഡെൽറ്റ A1 എന്നാണ്. ഈ ഡെൽറ്റ A1 ഡിനോട്ട്സ് അബ്സല്യൂട്ട് എറർ ഇൻ ഫസ്റ്റ് മെഷർമെന്റ്. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാനുള്ള വഴി A മീൻ, ഈ കിട്ടിയ വില ട്രൂ വാല്യൂ, അതിന് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് A മീൻ എന്നാണ്. A മീൻ മൈനസ് ദ ഫസ്റ്റ് വാല്യൂ. അപ്പൊ മീൻ വാല്യൂവിൽ നിന്ന് ഫസ്റ്റ് വാല്യൂ കുറച്ചാൽ അതിലുള്ള അബ്സല്യൂട്ട് എറർ എത്രയാണെന്ന് നമുക്ക് കിട്ടും. അതേപോലെ ഓരോ വാല്യൂവിനെയും കണ്ടെത്താം. ഡെൽറ്റ A2 ആണെങ്കിൽ എന്ത് ചെയ്യും? A മീൻ മൈനസ് A2. തേർഡ് വാല്യൂവിന്റെ ആണെങ്കിലോ ഡെൽറ്റ A3 ഇസ് ഈക്വൽ ടു A മീൻ മൈനസ് A3. അങ്ങനെ എത്ര വാല്യൂസ് ഉണ്ടോ അതൊക്കെ കാണാം. അവസാനത്തെ വാല്യൂ ഇവിടെ ഏതാണ്? AN ആണ് കണ്ടെത്തേണ്ടത്. ദാറ്റ് ഈസ് A മീൻ മൈനസ് AN. അപ്പൊ ഇങ്ങനെയാണ് ഓരോ വാല്യൂവിലെയും ഈച്ച് മെഷർമെന്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഓരോ വാല്യൂവിലും എത്ര അബ്സല്യൂട്ട് എറർ ഉണ്ട് എന്നാണ് ഇവിടെ കണ്ടെത്തിയത്. ഇനി ഇതിന്റെ മീൻ എടുക്കുകയാണെങ്കിലോ അതിന്റെ പേര് മാറി, മീൻ അബ്സല്യൂട്ട് എറർ. അപ്പൊ അടുത്ത തേർഡ് ക്വാണ്ടിറ്റി ആണ്, തേർഡ് എറർ ആണ് മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ പേര് പോലെ തന്നെ അബ്സല്യൂട്ട് എററിന്റെ മീൻ എടുത്താൽ ഈ വാല്യൂ കിട്ടും. അതിനെ നമ്മൾ എഴുതാൻ പോകുന്നത് ഡെൽറ്റ A മീൻ എന്നാണ്. ഡെൽറ്റ A1, A2, A3, AN ഒക്കെ കണ്ടുപിടിച്ച് നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ ഒക്കെ മീൻ എടുത്താൽ കിട്ടുന്നതാണ് ഡെൽറ്റ A മീൻ. അതിന്റെ പേരാണ് മീൻ അബ്സല്യൂട്ട് എറർ. അപ്പൊ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓരോന്നും ഡെൽറ്റ A1 പ്ലസ് ഡെൽറ്റ A2 പ്ലസ് ഡെൽറ്റ A3 പ്ലസ് എക്സെട്ര പ്ലസ് ഡെൽറ്റ AN
ഡിവൈഡഡ് ബൈ n. പക്ഷെ ഇതില് ഒരു ചെറിയ കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇവിടെ ജസ്റ്റ് ഡെൽറ്റ A1 ഡെൽറ്റ A2 അല്ല എടുക്കുന്നത്, ഇതിന്റെ മോഡുലസ് ഓഫ് ഡെൽറ്റ A1 ആണ് എടുക്കുന്നത്. എന്താ മോഡുലസ് ഓഫ് എന്ന് വെച്ച അർത്ഥം? നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഏതോ ആയിക്കോട്ടെ, ഇവിടെ എടുക്കുമ്പോ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂവിന്റെ പോസിറ്റീവ് വാല്യൂ മാത്രമാണ് ഇവിടെ എടുക്കുക. ഡെൽറ്റ A1 മൈനസ് ആണെങ്കിലും മോഡുലസ് ഓഫ് ഡെൽറ്റ A1 എന്തായി മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ആ വ്യത്യാസം കൂടെ ഒന്ന് ഉൾപ്പെടുത്താം, എങ്കിൽ മാത്രമേ അത് മീൻ അബ്സല്യൂട്ട് വാല്യൂവിന്റെ കൃത്യം വില നമുക്ക് കണ്ടെത്തി തരുള്ളൂ. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് എറർ ആണ് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ, റിലേറ്റീവ് അല്ലെങ്കിൽ നമ്മൾ ഇതിന് വേറൊരു പേര് പറയാറുണ്ട് ഫ്രാക്ഷണൽ എറർ. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഒന്നിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാം, അങ്ങനത്തെ ഒരു എറർ അല്ലെ. അപ്പൊ ഈ റിലേറ്റീവ് എററിനെ നമ്മൾ എങ്ങനെയാണ് കാണിക്കുക? റിലേറ്റീവ് എറർ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് എഴുതുക? റിലേറ്റീവ് ഇപ്പൊ ഇത് ഡെൽറ്റ എന്നിട്ടുകൊണ്ട് വേണമെങ്കിൽ ഇതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇടാം. ഇങ്ങനത്തെ ഒരു ഡെൽറ്റ 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 എ ഡെൽറ്റ എ എന്നതിനെ റിലേറ്റീവ് എററിനെ കാണിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സിമ്പൽ ഉപയോഗിക്കാം. എങ്ങനെയാണ് റിലേറ്റീവ് എറർ കാണാം? നമ്മളിപ്പോ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മുടെ കയ്യില് ഡെൽറ്റ എ മീൻ ഉണ്ട്, അത് കൂടാതെ എ മീനും ഉണ്ട്. അത് രണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്ന ഒരു വാല്യൂ ആണ് ഈ ഫ്രാക്ഷണൽ എറർ അല്ലെങ്കിൽ റിലേറ്റീവ് എറർ. അപ്പോ റിലേറ്റീവ് എറർ കാണാനുള്ള ഫോർമുല എന്താണ്? ഡെൽറ്റ എ മീൻ ബൈ എ മീൻ. ഇനി ഇതിൽ നിന്ന് തന്നെ തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് പെർസെന്റേജ് എറർ. പെർസെന്റേജ് എറർ എല്ലാവരും പെർസെന്റേജ് കാണാൻ പറഞ്ഞാൽ എന്താ എപ്പോഴും ചെയ്യാ? 100 കൊണ്ട് ഗുണിക്കുക. അത് തന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്. അപ്പൊ പെർസെന്റേജ് എറർ ഈക്വൽ ടു ഇവിടെ തന്ന ഈ സംഖ്യനെ ഡെൽറ്റ എനെ നമ്മൾ എന്ത് ചെയ്യുക? 100 കൊണ്ട് ഗുണിക്കുക. അല്ലെങ്കിൽ ഇതിന് വേറെ രീതിയിൽ എഴുതുമ്പോ ഡെൽറ്റ എ മീൻ ബൈ എ മീൻ ഇൻറ്റു 100. ഇതാണ് ഫോർമുലകൾ. ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് കിട്ടിയ മെഷർമെന്റ്സിന്റെ എല്ലാം ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള എറേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിൽ ആദ്യം പറഞ്ഞത് എന്താണ്? ട്രൂ വാല്യൂ അഥവാ എ മീൻ. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഓരോ വാല്യൂവിലും വരുന്ന എറേഴ്സ് കണ്ടുപിടിച്ചു. അതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് എറേഴ്സ്. ഇനി അതെല്ലാം കൂടി കൂട്ടി കിട്ടുന്ന വാല്യൂവിന്റെ പേരാണ് മീൻ അബ്സല്യൂട്ട് എറർ. അതിനെ റിലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന എററാണ് റിലേറ്റീവ് എറർ. പെർസെന്റേജ് എടുത്താല് അത് പെർസെന്റേജ് എറർ ആയി. അപ്പൊ ഈ പ്രോസസ്സിലൂടെ ഈ ഓരോ സ്റ്റെപ്പുകളിലൂടെയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിൽപ്പെട്ട എറർ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ എററിന്റെ കാൽക്കുലേഷനിലുള്ള ആദ്യത്തെ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. In an experiment with a common balance, the mass of a ring was found to be 2.52 gram, 2.53 gram, 2.51 gram, 2.49 gram and 2.54 gram in successive measurements. അപ്പോ ഒരു കോമൺ ബാലൻസ് ഉപയോഗിച്ച് റിംഗിന്റെ മാസ് കണ്ടെത്തിയപ്പോ ഇങ്ങനെയുള്ള വാല്യൂസ് ആണ് അടുത്തടുത്ത മെഷർമെന്റുകളിൽ രേഖപ്പെടുത്തിയത്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കാര്യം എന്താണ്? ട്രൂ വാല്യൂ. നമ്മൾ പഠിച്ച ഫോർമുല വെച്ച് കാണാം. അടുത്തത് അബ്സല്യൂട്ട് എറർ ഇൻ ഈച്ച് മെഷർമെന്റ്. പിന്നീട് മീൻ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെന്റേജ് എറർ. നമുക്ക് ഓരോന്നായിട്ട് കണ്ടെത്താം. ആദ്യത്തെ എന്താണ് കാണേണ്ടത്? ട്രൂ വാല്യൂ. ട്രൂ വാല്യൂ കാണാനുള്ള ഫോർമുല എന്താണ്? എ മീൻ. എ മീൻ കാണാൻ നമ്മൾ ചെയ്യേണ്ട ആദ്യം തന്നെ ഫോർമുല എഴുതുക. A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് ഇവിടെ എത്ര വാല്യൂസ് ഉണ്ട്? 1 2 3 4 5 വാല്യൂസ്. അപ്പൊ A5 ഡിവൈഡഡ് ബൈ 5. ഇതാണ് നമ്മുടെ ഫോർമുല. ഈ ഫോർമുലയില് ചെറിയൊരു മാറ്റം നമുക്ക് വരുത്താം. ഇവിടെ തന്നിട്ടുള്ളത് മാസ് ഓഫ് ദ റിംഗ് ആണ്. അപ്പൊ ഈ എ എന്ന് എഴുതുന്ന സ്ഥലത്തെല്ലാം നമുക്ക് എന്ത് എഴുതാം? മാസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എയുടെ സ്ഥാനത്ത് എം എന്ന് എഴുതാം. ഇത് ആദ്യം എഴുതി മാറ്റത് ഇതേ ഫോർമുല തന്നെയാണ്. നമ്മൾ ആ തന്നിരിക്കുന്നത് വെച്ചിട്ട് ഒന്ന് മാറ്റി മാത്രം. എം മീൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാം, മാസിന്റെ മീൻ വാല്യൂ. അതുകൊണ്ട് എം മീൻ M1 പ്ലസ് M2
plus m3 plus m4 plus m5 by 5 ആണ് ചെയ്യേണ്ടത്. ഇനി ഇതിലെ സബ്സ്റ്റിറ്റ്യൂഷൻസ് എഴുതുക. എന്താണ് m1 2.52 plus 2.53 plus 2.51 plus 2.49 plus 2.54 divided by 5. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഈ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് കൂട്ടല്ലേ വേണ്ടോ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ കിട്ടുന്ന ആൻസർ 2.518 എന്നാണ്. 2.518 ഗ്രാം എന്നാണ് ഇവിടെ മീൻ വാല്യൂ ആയിട്ട് കിട്ടിയത്. പക്ഷെ നമ്മൾ ഇതിന്റെ 2 ഡെസിമൽ പ്ലേസുകളാണ് ഇവിടെ എല്ലാം ഉള്ളത്. അതുകൊണ്ട് 2 ഡെസിമൽ പ്ലേസിലേക്ക് ചുരുക്കി എഴുതാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 2.52. അപ്പൊ ഇവിടെ എന്താണ് ചെയ്തത്? ഇൻ 2 decimal points. 2 decimal numbers. അപ്പൊ ഇതാണ് മീൻ വാല്യൂ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി 2.52 ഗ്രാം എന്നായി ആൻസർ. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ഓരോ മെഷർമെന്റിലുള്ള അബ്സല്യൂട്ട് എറേഴ്സ്. അപ്പൊ അതൊന്ന് കണ്ടുപിടിക്കാം. അതിന്റെ ഫോർമുല എന്താണ്? അബ്സല്യൂട്ട് എറേഴ്സ് എന്താണ്? ആദ്യത്തെ ഇവിടെ മാസ് ആണ് എടുത്തത്, അതുകൊണ്ട് തന്നെ മാസിന്റെ പോലെയാണ് നമ്മളിവിടെ എഴുതുന്നത്. ഡെൽറ്റ എ എന്നല്ല എഴുതുന്നത്, ഡെൽറ്റ m1. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? m mean മൈനസ് m1. m mean മൈനസ് m1 എന്ന് പറയുന്നത് എന്താണ്? മീൻ വാല്യൂ ഈസ് 2.52 മൈനസ് m1 ഫസ്റ്റ് വാല്യൂ 2.52. ഇതിന്റെ ആൻസർ എത്രയാണ്? ഇത് രണ്ടും സെയിം ആണ്, അതുകൊണ്ട് 0 അല്ലെ. ഞാൻ തൽക്കാലം ഇതിന്റെ ഡെസിമൽ പോയിന്റ്സും കൂടി കണക്കാക്കിയിട്ട് 0.00 എന്ന് എഴുതുന്നത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഡെൽറ്റ m2 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? m mean മൈനസ് m2. മീൻ സെയിം വാല്യൂ ആണ്, അപ്പൊ 2.52 മൈനസ് സെക്കൻഡ് വാല്യൂ 2.53. എന്താണ് ആൻസർ? ഇത് ചെറിയ വാല്യൂ ആണ്, ഇത് വലുതും. ആൻസർ ഈസ് മൈനസ് 0.01. Then next delta m3. m mean minus m3. 2.52 minus third value 2.51. The answer is 0.01. Then delta m4. m mean minus m4. 2.52 minus 2.49. Answer is 0.03. Then delta m5. m mean minus m5. 2.52 minus 2.54. Answer is minus 0.02. അപ്പൊ നമുക്ക് ഇതിലെ ഓരോ വാല്യൂസിലുള്ള എറേഴ്സ് കിട്ടി, അതിനെയാണ് അബ്സല്യൂട്ട് എറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? മീൻ അബ്സല്യൂട്ട് എറർ കാണാം. എങ്ങനെയാണ് മീൻ അബ്സല്യൂട്ട് എറർ കാണാം? അതേ ഫോർമുല ഉപയോഗിക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഓരോ വാല്യൂസിന്റെയും അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ സി മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ അതിന്റെ ഫോർമുല ഡെൽറ്റ എം മീൻ. ഫോർമുല എഴുതാൻ എപ്പോഴും ഡെൽറ്റ m1 ഇതിന്റെ മോഡുലസ് പ്ലസ് മോഡുലസ് ഓഫ് ഡെൽറ്റ m2 പ്ലസ് മോഡുലസ് ഓഫ് ഡെൽറ്റ m3 പ്ലസ് മോഡുലസ് ഓഫ് ഡെൽറ്റ m4 plus modulus of delta m5 divided by 5. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യത്തെ വാല്യൂ 0, രണ്ടാമത്തെ വാല്യൂ
മൈനസ് ആണെങ്കിലും മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ എന്താവും 0.01. മൂന്നാമത്തെ വാല്യൂ 0.01. നാലാമത്തെ വാല്യൂ 0.03. അഞ്ചാമത്തെ വാല്യൂ മൈനസ് ഉണ്ട്, പക്ഷെ ഇവിടെ മോഡുലസ് ഉള്ളത് കൊണ്ട് 0.02 എന്നായി മാറും. ഡിവൈഡഡ് ബൈ 5. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും എത്രയാണ് ആൻസർ വരുന്നതെന്ന്. എത്രയാണ് ആൻസർ? 0.014. ഇങ്ങനെയാണ് ആൻസർ കിട്ടിയത്. ഇനി അടുത്തത് എന്താണ്? അടുത്ത വാല്യൂ കാണേണ്ടത്, അടുത്ത ഡി ക്വസ്റ്റ്യന്റെ കാണേണ്ടത് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എററിനെ കാണാനുള്ള ഫോർമുല എന്താണ്? ഡെൽറ്റ എം മീൻ ബൈ എം മീൻ. ഡെൽറ്റ എം മീന്റെ വില 0.014. എം മീന്റെ വില 2.52. So the answer is 0.00556. ഇതാണ് നമുക്ക് കിട്ടിയത് റിലേറ്റീവ് എറർ. പെർസെന്റേജ് എററും കൂടി ഇവിടെ തന്നെ കാണാം. പെർസെന്റേജ് എറർ ആണ് ഇനി കാണാൻ പറഞ്ഞിട്ടുള്ളത്. പെർസെന്റേജ് എറർ ഇസ് ഈക്വൽ ടു ഈ കിട്ടിയ ഡെൽറ്റ എം ഇൻറ്റു 100 അല്ലെ. അപ്പൊ ഇതെന്താണ്? ഇതിന്റെ കൂടെ 0.00556 ഇൻറ്റു 100 എന്നിട്ടിട്ട് ആ പെർസെന്റേജിന്റെ ചിഹ്നം കൂടി ഇട്ട് കൊടുക്കുക. എത്രയാണ് ആൻസർ വരിക? ഇങ്ങോട്ട് നീങ്ങി 0.556%. അപ്പൊ ഇങ്ങനെയാണ് എററിന്റെ കാൽക്കുലേഷൻസ്. ഏതൊക്കെ തരം എറേഴ്സ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത്? മീൻ വാല്യൂ കിട്ടിയാലേ ഏത് എററും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ വാല്യൂലുള്ള എറർ ആയിട്ടുള്ള അബ്സല്യൂട്ട് എറർ, പിന്നെ അതിന്റെ മീൻ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെന്റേജ് എറർ. ഇതില് ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് എല്ലാ ക്വസ്റ്റ്യനും തരണമെന്നില്ല. ചിലപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് കാൽക്കുലേറ്റ് ദ റിലേറ്റീവ് എറർ ആൻഡ് പെർസെന്റേജ് എറർ മാത്രം തരാം. അപ്പോഴും ഈ എല്ലാ സ്റ്റെപ്പും കൂടെ പോകേണ്ടി വരും. കാരണം നമുക്ക് ഇതില് ഓരോ വാല്യൂ കിട്ടണം, മീൻ വാല്യൂ കിട്ടണം, എന്നിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോ ക്വസ്റ്റ്യൻ എന്താണോ അതനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. സ്ക്രൂ ഗേജ് റീഡിങ്സ് ആണ് തന്നിട്ടുള്ളത്. ഒരു ഗ്ലാസ് പ്ലേറ്റ് മെഷർ ചെയ്യുമ്പോൾ ആ വാല്യൂസ് ഉപയോഗിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് എല്ലാ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇല്ല. പക്ഷെ ചെയ്യണമെങ്കിൽ ആ ഓർഡറിൽ എല്ലാം ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇതില് ഈച്ച് വാല്യൂലുള്ള അബ്സല്യൂട്ട് എറേഴ്സ് കാണാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മീൻ അബ്സല്യൂട്ട് എറർ ആണെങ്കിൽ അത് നിങ്ങൾ കണ്ടെത്തണം. അത് എവിടെ ചെയ്യണം? അപ്പോ സി എന്ന ക്വസ്റ്റ്യന്റെ ഭാഗത്തിൽ തന്നെ ചെയ്തിട്ട് വേണം മീൻ അബ്സല്യൂട്ട് എറർ കാണാൻ. അപ്പൊ ചെയ്യാം. താങ്ക് യു.